ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഗാർഡൻ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയേക്കുകയാണ്. സ്പ്രിംഗ് തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഗാർഡനിങ് പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് ഗാർഡനിങ് പ്ലാന്റ്സ് വാങ്ങാനായി ഞങ്ങൾ വന്നത് റേഞ്ചിലേക്കാണ്. ഈ സമയത്ത് നമ്മൾ കടകളിൽ പോകുമ്പം കാണാൻ സാധിക്കുന്നതെന്നാണ് ഇങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ സ്റ്റാൻഡിൽ വെച്ചേക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വാങ്ങാതിരിക്കുന്നത് എങ്ങനെയല്ലേ? കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ എൻ്റെ അവസ്ഥ. പുറത്തിരിക്കുന്ന ചെടികളും പൂക്കളും ഒക്കെ ആസ്വദിച്ച് കണ്ടതിന് ശേഷമായിരിക്കും കടയിലോട്ടുള്ള എൻ്റെ പ്രവേശനം. എനിക്ക് മാത്രമാണോ ഇങ്ങനെ, അതോ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? പല കളേഴ്സിലും വെറൈറ്റിയിലുള്ള പൂക്കൾ കാണാൻ തന്നെ എന്നാ ഭംഗിയല്ലേ. അങ്ങനെ പുറത്തെ കാഴ്ചകളിലെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് ഗാർഡൻ സെൻറ്ററിലേക്കാണ്. ഇവിടെ ഒത്തിരി അധികം ഇല്ലായിരുന്നു, എന്നാൽ കുറച്ച് വെറൈറ്റീസിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ അധികം പ്ലാന്റ്സ് ഇവരിവിടെ ക്ലിയറൻസിന് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ വാടിയതും ഡ്രൈഡ് ആയിട്ടുണ്ടായിരുന്ന കുറേ പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലിയറൻസിന്. ഈ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വാടിയിരിക്കുന്നത് കാണാൻ വല്ലാത്തൊരു പ്രയാസമാണ്. പിന്നെ നല്ല പച്ചപ്പുള്ള പ്ലാന്റ്സും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ലീഫി ആയിട്ടുള്ള പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു. അതേപോലെ തന്നെ ആപ്പിളിൻ്റെയും പേരിൻ്റെയും പ്ലമ്മിൻ്റെയും കുറേ വെറൈറ്റീസിലുള്ള ട്രീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലൈംബിംഗ് പ്ലാന്റ്സിനൊക്കെ വെക്കാൻ പറ്റിയ ട്രെല്ലിസൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഞാനിത് തലതിരിച്ചാണ് കേട്ടോ പിടിച്ചേക്കുന്നത്, ഇത് നേരെ തിരിച്ചാണ് വെക്കേണ്ടത്. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നതേ ഇത് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ പറ്റിയ വല്ല ബേസ് സപ്പോർട്ട് വല്ല ആയിരിക്കുമെന്ന്, പക്ഷേ സംഭവം അതൊന്നുമല്ല. അതേപോലെ തന്നെ ഇവിടെ വേറെ വലുതായിട്ടുള്ള ട്രെല്ലിസ് സ്റ്റാൻഡും അവൈലബിൾ ആണ്. നല്ല റേറ്റാണ്. പിന്നെ എല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ആകെ അവിടെ നിന്ന് വാങ്ങിയത് കമ്പോസ്റ്റ് ബാഗാണ് കേട്ടോ. കാരണം നമ്മൾ ഉദ്ദേശിച്ചതുപോലത്തെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല. പിന്നെ വാങ്ങിയത് കുറച്ച് വെജിറ്റബിൾ സീഡ്സ് ആയിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വിട്ടത് B&Qയിലേക്കാണ്. ഇവിടെ കുറേ കൂടി ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസ് കാണാൻ സാധിച്ചു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ദാലിയാസിൻ്റെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ഈ ദാലിയാസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഇതളൊക്കെ വിരിഞ്ഞിരിക്കുന്നത് കാണാനും പിന്നെ പലതരം കളേഴ്സിൽ കാണുമ്പോൾ കണ്ണിനും മനസ്സിനും ഒരു സന്തോഷമാണ്. അതേപോലെയാണ് ഈ ജെറേനിയം. കഴിഞ്ഞ കൊല്ലം പിടിപ്പിച്ചിട്ട് ഞങ്ങളുടെ ഗാർഡൻ കളറാക്കിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. നിങ്ങൾ ഇതുവരെ ഇത് പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നട്ടു നോക്കണം. നല്ലോണം ബ്ലൂമായി നിൽക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. ഒക്ടോബർ വരെയൊക്കെ ഇത് വിരിഞ്ഞു നിൽക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ ദാലിയാസും. ഗാർഡൻ സെക്ഷനിലോട്ട് കയറിയത് മാത്രം അറിയാം, എന്തോരം കളക്ഷൻസ് ഉണ്ടായിരുന്നു, കണ്ടു നിൽക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങളും കുറച്ച് ചെടികളൊക്കെ വാങ്ങി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടൂൾസിൻ്റെ സെക്ഷനിൽ കയറി കേട്ടോ. കുറച്ച് നട്ടും ബോൾട്ടും സ്ക്രൂസും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പലതരത്തിലുള്ള സ്ക്രൂസൊക്കെ നമുക്ക് മിക്സ് ആൻഡ് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പോകും വഴി ഹോം ബാർഗെയിൻസിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ വന്നപ്പോഴോ ചെടികളൊക്കെ നല്ല ഓഫറിൽ കിടക്കുന്നത് കണ്ടു. എന്നാൽ പിന്നെ ഇവിടുന്നും വാങ്ങിയേക്കാമെന്ന് വെച്ചു. നല്ല ഭംഗിയുള്ള സെറാമിക്കിൻ്റെ ഒക്കെ ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ മണ്ണിനൊക്കെ നല്ല ഓഫർ പ്രൈസിലൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ച് മണ്ണും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അകത്തെ സെക്ഷനിലും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ സമ്മർ ടൈം ഒക്കെ ആകുന്നത് കൊണ്ട് കൂടുതലും ഗാർഡൻ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഷോപ്പിൽ. സോളാർ ലൈറ്റ്സിൻ്റെ തന്നെ കുറേ വെറൈറ്റി കളക്ഷൻസ് കാണാൻ സാധിച്ചു. അങ്ങനെ ഇന്നത്തെ ഗാർഡൻ ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്.